വിഡ്ഢി, മൂടൻ, മന്ദബുദ്ധി, കോമാളി, വിദൂഷകൻ, കബളിപ്പിക്കുക, വിഡ്ഢിയാക്കുക, ചെണ്ട കൊട്ടിക്കുക, വിഡ്ഢിവേഷം കെട്ടുക, വിഡ്ഢിവേഷം നിനക്ക് എന്നാ പറ്റിയടാ മോനെ? ഇന്ന് പൊത്തോം തുറന്ന് നോക്കാൻ നിനക്ക് നാളെ വല്ല പരീക്ഷ ഉണ്ടോടാ? സാറേ, എന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞു സാറേ. ഞാൻ ആ ശുംഭൻ എന്ന വാക്കിന്റെ അർത്ഥം നോക്കുമായിരുന്നു. ഇതിലിത്ര നോക്കാനെന്തിരിക്കുന്നു? ശുംഭൻ എന്ന വാക്കിന് പ്രത്യേകിച്ച് ഒരർത്ഥവും ഇല്ലാന്ന് ഇതുവരെ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ? ശുംഭൻ എന്ന വാക്കിന് അർത്ഥമില്ലാന്ന് നിങ്ങളോട് ആരാ സഖാവേ പറഞ്ഞേ? ശുംഭൻ എന്നാൽ വിഡ്ഢി എന്നാണ് അർത്ഥം. ഇവിടെ ആർക്കാ അറിയാത്ത? മൂടൻ, ഭോഷൻ ഇതൊക്കെയാണ് ഭാഷാ നിഘണ്ടു അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം. അത് നിങ്ങൾക്കറിയോ? അല്ല തിരുമേനി, നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ വാക്കിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടെങ്കിലേ പിന്നെ എങ്ങനെയാ ഇതൊരു അർത്ഥമില്ലാത്ത വാക്കാണെന്ന് ആ ജയരാജൻ സാർ ഇന്നലെ കോടതി പറഞ്ഞേ? അതൊന്ന് പറഞ്ഞേ. എന്തിനാ അതൊക്കെ പറയണേ? ഇനി എന്തിനെങ്കിലും പറഞ്ഞ് ഊരിയല്ലേ പറ്റൂ. അങ്ങനെയൊന്നും ജയരാജൻ മൂപ്പരിക്ക് ഈ കേസിൽ നൂരാൻ പറ്റൂന്ന് ഞമ്മക്ക് തോന്നുന്നില്ല. ഓരുടെ ആഗ്രഹം പോലെ ശുംഭന് ഒരർത്ഥമില്ലാന്ന് വെച്ചാൽ തന്നെ അന്ന് ഇതിന്റെ കൂടെ പറഞ്ഞ പുല്ല് വിലക്ക് ഒരർത്ഥം ഉണ്ടല്ല, അതിൽ കുടുങ്ങൂലേ? പുല്ല് വിലക്ക് എന്തർത്ഥം? പുല്ല് അധികം വില, പുല്ല് വില അതിനർത്ഥം മൂല്യം കുറഞ്ഞതെന്നാ. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വൃത്തികെട്ട ഒരർത്ഥവും അതിലില്ല. എന്നതായാലും ആ ജയരാജൻ സാറിനെയും അതിയാൻ ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത വക്കീലിനെയും സമ്മതിക്കണം. ഒരു കേസിന്ന് ഊരാൻ വേണ്ടി മനുഷ്യൻ ഇങ്ങനെയും നുണറിയൂ. ഇതൊക്കെ എന്തോന്ന് പറച്ചില് അറിയാച്ചാ? പണ്ടാ പാലോളി അവർക്ക് പറഞ്ഞതല്ല പറച്ചില്. നോട്ട് കെട്ടിന്റെ കനത്തിലാണ് കോടതി വിധികൾ വരുന്നതെന്ന് പറഞ്ഞ് സംഗതി പുലിവാലായപ്പോ അഭിഭാഷകർക്ക് നൽകേണ്ടി വരുന്ന ഉയർന്ന ഫീസാണ് താൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞല്ലേ? ആ വിദ്വാനെന്ന് തലയൂരിയേ. അതൊക്കെ വച്ചു നോക്കുമ്പോ ഒന്നും അല്ലല്ലോ. അല്ല, അത് നേര്. നാലാളിന്റെ കൂടെ ഒരു മെയ്ക്ക് കാണുമ്പോ അതിനെ ഒന്നോടെ വിഴുങ്ങിയിട്ട് ഒടുക്കം ഗുലുമാലാകുമ്പോ അതിനെ അപ്പടി ചർത്തിക്കാൻ നോക്കുക. നേര് പറഞ്ഞ ഇങ്ങനെ പറയുന്നവരല്ലപ്പാ യഥാർത്ഥ ശുംഭന്മാര്. മുന്നിൽ കൈകെട്ടും പിന്നിൽ കൊഞ്ഞണം കാട്ടും.